ചേർന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ദാറുൽ അർഖം എന്ന് പറയും. ദാറുൽ അർഖം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആദ്യമായിട്ട് പ്രവാചകനും സഹാബത്തും രഹസ്യമായിട്ട് പ്രബോധനം നടത്തിയിരുന്ന കേന്ദ്രം ഇവിടെയായിരുന്നു. ഇവിടെയാണ് ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്ത് ദാറുൽ അർഖം. അവിടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ അവിടേക്ക് കയറി വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നത്. ആദ്യം കൊല്ലാൻ തീരുമാനിച്ച് പോയി വഴിയിൽ വെച്ച് തൻ്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ട് ആ ത്വാഹാമ അൻസൽന അലൈക്കൽ ഖുർആൻ ലിതഷ്ക എന്ന ആ സൂറത്ത് കേട്ട് പരിവർത്തനമുണ്ടായി അങ്ങനെ വന്നത് ഇവിടേക്കാണ്. അതാണ് ഒരു ചരിത്രം ഇതിലുള്ളത്, ദാറുൽ അർഖമിൻ്റെ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ചരിത്രം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ഭാഗമാണ് അബൂ ഖുബൈസ് എന്ന് പറയും. അബൂ ഖുബൈസ്, ജബൽ അബൂ ഖുബൈസ്. ഈ അബൂ ഖുബൈസിനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഇതിലുള്ളതാണ്, ഇവിടെയാണ് കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സായപ്പോഴാണ് നബി ആയത്. ആ 40 വയസ്സാകുന്നതിന് മുമ്പ് 35 വയസ്സൊക്കെ ആയപ്പോഴാണ് ശക്തമായ ഒരു മഴ വന്നിട്ട് കഅബക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അവർ അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട്, കേടുപാടുകളൊക്കെ തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ഹജറുൽ അസ്വദ് അവിടുന്ന് എടുത്തിട്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് ഈ അബൂ ഖുബൈസിലാണ് എന്നർത്ഥം. അതാണ് ഒന്ന്. മറ്റൊന്ന്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ പാറക്കല്ലിലൂടെ വലിച്ചടച്ചു എന്ന് പറഞ്ഞല്ലോ, പാറ നെഞ്ചത്ത് കല്ല് വെച്ചുകൊണ്ട് നമ്മൾ കേട്ട ചരിത്രം, അത് ഇവിടെ വെച്ചായിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചരിത്രമുള്ള എന്താ വെച്ചാൽ, അതിൽ സൂറത്തുൽ ഖമറിൽ കാണാൻ സാധിക്കും ചന്ദ്രൻ പിളർന്ന സംഭവം. ചന്ദ്രൻ പിളർന്നു, അത് സാധാരണ ഇങ്ങനെ പിളർന്നിങ്ങനെ പപ്പടം പൊട്ടിയ പോലെ നിന്നതല്ല, മറിച്ച് 2 ഭാഗത്തേക്കായി നിന്നു എന്നാണ്. അതിൽ ഒരു ഭാഗം, ചന്ദ്രന്റെ ഒരു ഭാഗം നിന്നത് ഈ ജബൽ അബൂ ഖുബൈസിന്റെ ഈ ഭാഗത്താണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഭാഗത്ത് ജബൽ ഖുഐഖിയാൻ എന്ന് പറയും, അവിടെയാണ് ഒരു ഭാഗം നിന്നത് എന്നാണ്. അതൊരു ദൃഷ്ടാന്തമായിട്ട് വളരെ കൃത്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നു. വിശുദ്ധ ഖുർആൻ അത് വൻഷഖത്തിൽ ഖമർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇഖ്തറബത്തി സാഅ, അതായത് അന്ത്യദിനം ആഗതമായിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന സൂറത്തുൽ ഖമറിന്റെ ആദ്യ ഭാഗം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് അതിലെ ഒരു ചരിത്രം. ഇൻഷാ അല്ലാഹ് ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി മൊത്തത്തിൽ ഞാനൊന്നും പറഞ്ഞുതരാം ഇവിടെയുള്ള, എന്നിട്ട് നമുക്ക് കാണാൻ പോകാം. ഏതായാലും നമ്മൾ നിർത്തം നിൽക്കുകയാണല്ലോ. ഇനി ഈ ഭാഗത്തായിട്ട് അതാ ഇവിടെയുള്ള സാബ്കോ ബസ്സുകൾ, KSRTC ബസ്, നമുക്ക് ഇവിടെ ബസ് കയറി കാണാൻ പല സ്ഥലത്തേക്കും ഇവിടുന്ന് പോകാൻ പറ്റും. സംസം ഇപ്പൊ നമുക്ക് കിട്ടുന്നത് പോലെ അല്ലാതെ അത് നേർക്കുനേരെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതാ അവിടെ കണ്ട ആ ഒരു പമ്പ് ഹൗസ്, അവിടെ പോയാൽ കന്നാസേറ്റ് പോയാൽ സാധനം കിട്ടും. ഓക്കെ, ആ ഭാഗത്തായിട്ട്. ഓക്കെ, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരെ ബാക്കിലേക്ക് നോക്കിയാൽ ഈ ഭാഗത, ഇത് അബൂജഹലിന്റെ വീടാണ് എന്ന് പറയപ്പെടുന്നു. ഇതായി മൂത്രപ്പര, ഈ ടോയ്ലറ്റുകൾ അബൂജഹലിന്റെ വീടായിരുന്നു എന്നാണ്. അപ്പൊ പ്രവാചകന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയപ്പെടുന്ന വീടാണ് ഇത്. അത് പിന്നെ മക്തബാണ്. അത് നേരെ കാണുന്ന ഒരു പച്ച ഇതുള്ള ആ മഞ്ഞ ബിൽഡിങ്, അതിന്റെ മുകളിലൊരു ഇത് കണ്ടോ, അതിന്റെ താഴെ അതൊരു മക്തബാണ്. അതാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. അവിടെയാണ്. അപ്പൊ നബി ഇവിടെയാണ്, അബൂജഹലിന്റെ വീട് ഇവിടെയാണ്. മനസ്സിലായോ? ദാറുൽ അർഖം ഇവിടെയാണ്. ഇവിടുന്നാണ് എന്ത് ചെയ്യണത്, പീഡനങ്ങൾ അനുഭവിക്കുന്നത്. മാത്രമല്ല ഈ ജബൽ അബൂ ഖുബൈസിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ അറിയാം, മക്കം ഫതഹായ സമയത്ത്, മക്ക വിജയിച്ചടക്കിയല്ലോ, ഹിജ്റ പോയി തിരിച്ചു വന്നിട്ട്, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ വിജയം വരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് പറഞ്ഞത്. അന്ന് ആളുകളൊക്കെ പറഞ്ഞു, ആദാ യൗമുൽ മൽഹമ, ഇന്നിവിടെ രക്തമൊഴുകും, മുഹമ്മദ് പ്രതികാരം ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്മേൽ കയറി നിന്ന് പറഞ്ഞു, ആദാ യൗമുൽ മർഹമ, അവരോട് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ സ്വതന്ത്രനാണ്, ആ രൂപത്തിൽ നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളാം, നിങ്ങൾ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗവും ഇതാണ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. അപ്പോ അത്തരത്തിലുള്ള ചരിത്രമാണ് ഇതിനുള്ളത്. അപ്പൊ റസൂലുള്ളാഹിന്റെ വീട്, അബൂജഹലിന്റെ വീട്, ജബൽ അബൂ ഖുബൈസ്, ദാറുൽ അർഖം,
ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി റസൂലുള്ളാഹിന്റെ വീടിന്റെ നേരെ ബാക്കിലുള്ള ആ ഭാഗം, മരങ്ങളൊക്കെ ഉള്ള ആ ഭാഗം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം പ്രാപിച്ചുകൊണ്ട്, ഊരുവിലൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ അഭയം പ്രാപിച്ചുകൊണ്ട് അവിടെയാണ് റസൂലുള്ള പച്ചിലയും വെള്ളവും മാത്രം കഴിച്ചു കൂട്ടുക. ഏതാണത്? ഷേബ് തോലബ്. ആ കുന്നിൻ ചെരിവ് അതാണ് എന്നാണ്. ഓക്കെ, ഇതാണ് അവിടെ ഉള്ള ചരിത്രം. ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗമാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാനുള്ളത്. നമുക്ക് അതിന്റെ അടുത്ത് പോയിട്ട് ഒന്നും കൂടി കാണാം. ഓക്കെ.